الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لهم من فوقهم ظلل من النار ومن تحتهم ظلل ذلك يخوف الله به عباده يا عبادي فاتقون. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിൽ നാം പറഞ്ഞു വന്നത് നാം ഏറെ ജാഗ്രതയോടുകൂടി കാണേണ്ട നരകത്തെ സംബന്ധിച്ചാണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേട്ടത്. ആ നരകം എന്ന് പറയുന്നത് അതിഭയാനകമാണ് എന്ന്, അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ തേടലാണ് നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പ്രഥമമായി തന്നെ
നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് നമ്മൾ കുറച്ചു കാര്യങ്ങൾ കേട്ടത്. ഒരിക്കലും നമുക്ക് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ശിക്ഷകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം എന്ന പേരിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ സംബന്ധിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ആയത്താണ്. അതായത് ആദ്യം മരണത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണം രുചിക്കുന്നതാണ്. എന്നിട്ടാണ് പറഞ്ഞത് കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള പ്രതിഫലം നൽകുന്നത് ഖിയാമത്ത് നാളിലാണ്, അന്ത്യനാളിലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള വിചാരണ നടക്കുന്നതും അതിന് ഫലമായിട്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതും. എന്നിട്ട് അല്ലാഹു പറഞ്ഞതാണ് ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗപ്രവേശനം നേടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ഫഖദ് ഫാസ്, അവൻ വിജയിച്ചു. എന്നിട്ട് പറഞ്ഞു വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് നമ്മെ എല്ലാവരെയും വഞ്ചിച്ച് കളയുന്ന ഒരു ചരക്കാണ് എന്ന്, വഞ്ചനയുടെ വിഭവമാണ് ഈ ദുനിയാവ് എന്ന് പറയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരുടെയും തെര്യപ്പെടുത്തുകയാണ്. നമ്മളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ് ഇതാണ് കാര്യമെന്ന് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പൊ ആ നരകത്തിൽ നിന്ന് നമ്മുടെ തടി രക്ഷപ്പെടുത്താൻ നാം എന്തൊക്കെ ആ കാര്യത്തിൽ ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം നാം ചെയ്തുകൊണ്ട് നാം അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്നാണ്. നരകം എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയ നരകമല്ല ഈ നരകം എന്ന് പറയുന്നത്. ഒരിക്കലും അത് വിവരിച്ചാൽ ആ നരകത്തോളം എത്തുകയില്ല. അത്രത്തോളം അതിഭയാനകമാണ് നരകത്തിൻ്റെ ഓരോ മേഖലകളും എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നരക ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എളുപ്പം മനസ്സിലാകുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. യുഉത്താ ബി അൻഅമി അഹ്ലിദ് ദുനിയ മിൻ അഹ്ലിൻ നാർ യൗമൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസിയെ അല്ലാഹു സുബ്ഹാനഹു ഏറ്റവും ദുനിയാവിൽ ഏറ്റവും സുഖം അനുഭവിച്ച ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, അയാൾ അവകാശിയായി മാറി. അയാൾ ദുനിയാവിൽ എന്തൊക്കെ അയാൾക്ക് ഉണ്ടാവണമായിരുന്നോ ആ ആഗ്രഹങ്ങൾക്കെല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു. ദുനിയാവ് അങ്ങ് കൊടുത്തു അദ്ദേഹത്തിന്. അങ്ങനെയുള്ള ആ മനുഷ്യൻ ഇനി അയാൾക്ക് ദുനിയാവിലൊന്നും ഒരാഗ്രഹവും ഇല്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും നേടിയ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവരപ്പെടുകയാണ്. എന്നിട്ട് ഫയുസ്ബഹു ഫിന്നാരി സബ്ഗതൻ, ആ മനുഷ്യന്റെ ദേഹത്തേക്ക് നരകത്തിലെ ഒരു കോരൽ ഒഴിക്കുമെന്ന്. നരകത്തിൽ നിന്നുള്ള ഒരു കോരൽ ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഒഴിക്കും. എന്നിട്ട് ചോദിക്കും സുമ്മ യുഖാലു യാ ഇബ്ന ആദം, ഏ മനുഷ്യപുത്ര, ഹൽ റഅയ്ത ഖൈറൻ ഖത്ത് ഹൽ മർറ ബിക നഈമുൻ ഖത്ത്, നീ ദുനിയാവിൽ വല്ല സുഖവും അനുഭവിച്ചിട്ടുണ്ടോ?
നീ ദുനിയാവില് ഈ നിന്റെ ജീവിതത്തിൽ വല്ല സുഖവും നീ അനുഭവിച്ചിട്ടുണ്ടോ? ആരോടായി ഇത് ചോദിക്കുന്നത്? ദുനിയാവിലെ ഏറ്റവും കൂടുതൽ സുഖം നമുക്കറിയാമല്ലോ, പല ആളുകളും അല്ലേ, നമ്മൾ സമ്പത്തിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പം പല ആളുകളുടെ പേരുകളൊക്കെ നമുക്ക് അറിയാം. അവർ അങ്ങ് നേടി അല്ലേ, സമ്പത്ത് അങ്ങ് ഒരുപാടങ്ങ് നേടിയവരാണ്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് കിട്ടിയ ആളുകളായിട്ട് നമുക്ക് അവരെയൊക്കെ ആ ഗണത്തിൽപ്പെടുത്താം. അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ്. ഇനി ഒന്നുമില്ല, എത്രയും കോടിയോ എത്ര ആയിരോ എത്രയുണ്ട് അത്രയും അതെല്ലാം നമുക്ക് നൽകുന്ന ആ മനുഷ്യനോടാണ് ഈ ചോദിക്കുന്നത്, നീ ദുനിയാവിൽ വല്ല സുഖവും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഈ മനുഷ്യന്റെ മറുപടി എന്താണ്? ഫയഖൂലു ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല റബ്ബേ, ഞാൻ അങ്ങനെ ഒരു സുഖം അനുഭവിച്ചിട്ടില്ല എന്നാണ്. എന്താണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ പറയാൻ ഉണ്ടായ കാരണം? എല്ലാ സുഖവും മറന്നു പോകുന്ന തരത്തിലുള്ള ഒരു നരകത്തിലെ ഒരു ചെറിയ കോരൽ അദ്ദേഹത്തിന്റെ ദേഹത്തെ ഒഴിച്ചത്. ഒരു ചെറിയ തീയിന്റെ ഒരു സാമ്പിൾ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ഒഴിച്ചപ്പോഴാണ് അദ്ദേഹം ഇതെല്ലാം മറന്നുപോയി. നേരത്തെ ഉണ്ടായതെല്ലാം അദ്ദേഹം മറന്നു. ഇപ്പോൾ വലിയ ശിക്ഷയായിട്ടാണ് അദ്ദേഹത്തിന് ഇത് തോന്നുന്നത്. ഒരു ചെറിയ കോരലാണ് അദ്ദേഹത്തെ ഒഴിച്ചതേ ഉള്ളൂ. നോക്കുക, നരകത്തിന്റെ ആ തീയിന്റെ അത് എത്രയാണ് അതിന്റെ കാഠിന്യമെന്ന്. ചെറുതുപോലും സഹിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം അതെല്ലാം മറന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, യഖൂലുല്ലാഹു തബാറക വതആല ലിഅഹ്വനി അഹ്ലിൻ നാർ, നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളോട് ചോദിക്കുകയാണ്. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, ലൗ കാനത് ലക ദുനിയ വമാ ഫീഹാ അകുന്ത മുസ്തദീദൻ ബിഹാ, ലൗ കാനത് ലക ദുനിയ വമാ ഫീഹാ, ഭൂമിയിലുള്ള മുഴുവൻ വിഭവങ്ങളും നിനക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ അത് കൊടുത്തിട്ടെങ്കിലും ഈ നരകശിക്ഷയ്ക്ക് പകരം നൽകാൻ നീ തയ്യാറാകുന്നു. ഒരുപാട് ദുനിയാവിൽ നിനക്ക് സ്വത്ത് അങ്ങ് ആവശ്യത്തിന് ഉണ്ട്, അത് കൊടുത്തിട്ട് നീ ഈ നരകശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ നീ ആഗ്രഹിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താ? നഅം, അതെ എന്ന്. കാരണം അത് കഴിയുന്നില്ല, ഒരാൾക്കും സാധിക്കുകയില്ല. അത്രമാത്രം ഭീകരമാണ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖുർആനിൽ കാണാമല്ലോ, നമ്മൾ ഓതുന്ന എന്താണ് ആയത്ത്? യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജി കല്ലാ ഇന്നഹാ ലവാ നസാഅതൻ ലിശവാ. യുബസ്സറൂനഹും, അവര് പരസ്പരം അവരെ കാണിക്കപ്പെടും. കുടുംബങ്ങളും ബന്ധുക്കളെ മിത്രാദികളെയൊക്കെ പരസ്പരം അന്ന് കാണിക്കപ്പെടും, പരസ്പരം അവർ കണ്ടുമുട്ടും. ആ സന്ദർഭത്തിൽ ഈ നരകത്തിൽ പോകുന്ന വ്യക്തി ആഗ്രഹിച്ചു പോകുന്നതാണ്. ഈ നരകമൊക്കെ കാണുമ്പോൾ അതിൻ്റെ ശിക്ഷകളൊക്കെ അറിയുമ്പോൾ ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോവുകയാണ്. യവദ്ദുൽ മുജ്രിമു, കുറ്റവാളി ആഗ്രഹിച്ചു പോകും. ലൗ യഫ്തദി മിൻ അദാബി യൗമഇദിൻ ബിബനി, ഈ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് സാധിക്കുമോ? എങ്ങനെ? ബിബനീഹി, തൻ്റെ മക്കളെ നൽകിയിട്ടെങ്കിലും പകരം നൽകിയിട്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? മക്കളെ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ സാധിക്കുമോ? തീർന്നില്ല. വസ്വാഹിബതിഹി വാഖീഹി, തൻ്റെ ഭാര്യയെ നൽകിയിട്ടോ തൻ്റെ സഹോദരനെ നൽകിയിട്ടോ ഈ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? തീർന്നില്ല. വഫസീലതിഹി അല്ലതി തുവി,
തനിക്ക് അഭയം നൽകിയ ബന്ധുജനങ്ങളുണ്ടല്ലോ, എൻ്റെ കൂട്ടുകുടുംബാദികൾ, അവര് പകരം നൽകിയിട്ടെങ്കിലും എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ? അതും കൊണ്ടും തീർന്നില്ല. മുഴുവൻ മനുഷ്യരെയും, വമൻ ഫിൽ അർളി ജമീഅൻ, ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും നൽകിയിട്ടെങ്കിലും എനിക്ക് ഈ ദിവസത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് മനുഷ്യനിങ്ങനെ ആഗ്രഹിക്കുമെന്ന്. അള്ളാന്റെ മറുപടി എന്താണ്? കല്ലാ, ഇല്ല, ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇന്നഹാ ലവാ, അത് ലവയാണ്. എന്താണ് ലവ? ആളിക്കത്തുന്ന നരകമാണ്. അങ്ങനെയുള്ള നരകമാണ്. നസ്സാഅത്തൻ ലിശ്ശവാ, അത് തലയോട്ടി എന്താണ് ഉരിച്ചു കളയുന്ന, തലയോട്ടി ഉരിച്ചു കളയുന്ന തീയാണത് എന്ന് ലവയെ സംബന്ധിച്ചു പറയുക. സാധാരണ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യന്റെ തലയോട്ടി പിന്നെയും കുറെ നാള് ഇവിടെ കാണും, ഇങ്ങനെ എന്താണ്, അത് നശിക്കാതെ മനുഷ്യ തലയോട്ടി അത് കാണും. ഏറ്റവും അവസാനം നശിക്കുന്നതാണ് മനുഷ്യന്റെ അവയവങ്ങളിൽ ഏറ്റവും അവസാനം നശിക്കുന്നതാണ് മനുഷ്യന്റെ തലയോട്ടി. ആ തലയോട്ടി പോലും എന്ത് ചെയ്യാണ്? അത് അതിന്റെ തൊലി ഉരിഞ്ഞ് കരിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് അത് മാറും എന്നാണ് പറയുന്നത്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള നരകം എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല, അത് നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇതൊരു വെറും വർത്തമാനമല്ല, ഇത് അനുഭവിക്കേണ്ട കാര്യം തന്നെയാണ്. സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ് ഈ നരകത്തെ സംബന്ധിച്ച് നമുക്ക് വിവരിച്ചു തരുന്നത്. സ്വർഗത്തെ കുറിച്ചും നരകത്തെ കുറിച്ചും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. സ്വർഗം എന്താണ് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ നരകത്തെ കുറിച്ചും പറയുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വർഗത്തിന് ദറജകൾ ഉള്ളതുപോലെ നരകത്തിന് ദിറാക്കുകൾ ഉണ്ട് എന്നാണ്. നരകത്തിന് ദിറാക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ ആഴത്തിലുള്ള ഈ പാതാളം കണക്കുള്ള അവസ്ഥയാണ് നരകത്തിനുള്ളത് എന്ന്. ഓരോന്നിനും പ്രത്യേകം തട്ടുകളുമുണ്ട്. സ്വർഗത്തിന് പ്രത്യേകം തട്ടുകൾ ദറജകൾ ഉള്ളതുപോലെ നരകത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തട്ടുകൾ വെച്ചിട്ടുണ്ട് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു, ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പല പദവികളുണ്ട്. ഓരോരുത്തർക്കും നമ്മളെല്ലാവരുടെയും പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണല്ലോ. ചിലർ കൂടുതൽ തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട്, മനുഷ്യരുണ്ട്, വിശ്വാസികളായ ആളുകളുണ്ട്, അല്ലേ? അതിൽ കുറഞ്ഞ് മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ കർമ്മത്തിന്റെ വിഷയത്തിലും ഒക്കെ കൂടുതൽ ഉത്സാഹത്തോടു കൂടി അതിന്റെ കൃത്യമായ രീതിയിൽ റബ്ബ് എങ്ങനെയാണോ അവനെ ഭയപ്പെടാൻ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ ഒരു കടുകിട വ്യത്യാസമില്ലാതെ കൃത്യമായി റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ കൂട്ടത്തിൽ കൂടി അങ്ങനെ മറിഞ്ഞു പോകുന്ന ആളുകളുമുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോകുന്ന, എന്നാൽ വലുതായിട്ട് തെറ്റൊന്നും ചെയ്യുന്നില്ല, വിശ്വാസവുമുണ്ട്. അപ്പൊ ഇവരെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപോലെ ആക്കുമോ? ഇല്ല. അതാണ് ഈ പറഞ്ഞത്, വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു. നിങ്ങൾ പ്രവർത്തിക്കുന്ന അനുസരിച്ച് ഓരോരുത്തർക്കും അവരവർ പ്രവർത്തിച്ചതിന്റെ ഫലമായി പല പദവികളുമുണ്ട്. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിന്റെ രക്ഷിതാവ് ഒട്ടും അശ്രദ്ധനല്ല. ഓരോരുത്തർക്കും അവർ നന്മയാകട്ടെ തിന്മയാകട്ടെ കുറ്റം ചെയ്യുന്നതനുസരിച്ച് ഓരോ കുറ്റവാളികളെയും എല്ലാവരെയും ഒരേപോലെ അല്ല
റബ്ബ് പിടിച്ച് ചെയ്യുന്നത്, നരകശിക്ഷ അനുഭവിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ ദുനിയാവിലെ ശിക്ഷകൾ തന്നെ അറിയാമല്ലോ. ഒരുപാട് വകുപ്പുകളുണ്ടല്ലോ. അതെല്ലാം ഈ നരകത്തിൻ്റെ കോപ്പി അടിയാൻ അല്ലേ, നരകത്തിൻ്റെ കോപ്പി അടിയാൻ. ഇവിടെ ദുനിയാവിൽ ജയിൽ ശിക്ഷ പലതരത്തിലുള്ള ശിക്ഷകളാണ്. ചിലർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ആയിട്ട് കൊടുക്കുന്നു, ചിലരെ വധശിക്ഷക്ക് വിധിക്കുന്നു, ചിലർക്ക് 2 വർഷത്തേക്ക് ശിക്ഷിക്കും, ചിലരെ 6 മാസത്തേക്ക് ശിക്ഷിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ശിക്ഷകൾ. ഇത് മനുഷ്യനെന്താണ്, അങ്ങനെയാണ് വേണ്ടത്. തെറ്റിൻ്റെ ഗൗരവമനുസരിച്ചാണ് ശിക്ഷയിൽ ഇളവും അതേപോലെ തന്നെ അത് പൂർണ്ണമായ ശിക്ഷയും നൽകുന്നത് എന്ന്. അപ്പോൾ എല്ലാവർക്കും അർഹമായ ശിക്ഷയാണ് റബ്ബ് നൽകുന്നത്. നോക്കുക, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസ് പറയുന്നുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് നമ്മളെല്ലാം കേൾക്കുന്നവരാണ്. ജന്നാത്തുൽ ഫിർദൗസ് എന്താണ്? ജന്നാത്തുൽ ഫിർദൗസ് ആർക്കാണത് നൽകപ്പെടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുകയാണ്, ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാതി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ. അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന ആമനു, തീർച്ചയായും വിശ്വസിക്കുകയും, വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ, കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസ്ലാ, അവർക്ക് നൽകാനുള്ളതാണ്, അവർക്ക് സൽക്കാരം നൽകാനുള്ളതാകുന്നു ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ സ്വർഗം ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് ഫിർദൗസ് തന്നെ ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലിഹി കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർദ് ഫഇദാ സഅൽതുമുല്ലാഹു ഫസ്അലൂഹു അൽ ഫിർദൗസ് ഫഇന്നഹു ഔസതൽ ജന്ന വഅഅല അൽ ജന്ന വഫൗഖഹു അർശുർ റഹ്മാൻ വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന. സഹോദരങ്ങളെ, ഫിർദൗസിനെ സംബന്ധിച്ച് പറയുകയാണ്, ഇന്ന ഫിൽ ജന്നതി, തീർച്ചയായും സ്വർഗത്തിന് മിഅത്തു ദറജ, 100 പദവികളുണ്ട്. അപ്പൊ ഒന്നല്ല, സ്വർഗം പലതരത്തിലുണ്ട്, പല തരത്തിലാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം നിനക്ക് ഖൈറു ദുനിയ വമാ ഫീഹ എന്ന, ഒരു ചാട്ടവാർ കുത്താനുള്ള 1 ഇഞ്ച് സ്ഥലം, ഒരു ഇഞ്ച് സ്ഥലം നിനക്ക് ലഭിച്ചാൽ അത് ദുനിയാവും അതിന് ഉള്ളതിലെല്ലാം നിനക്ക് കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്നാ പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിലെ നമുക്കൊന്ന് കയറി കിട്ടിയാൽ തന്നെ അൽഹംദുലില്ലാ പറയാം. പക്ഷേ അവിടെ കൊണ്ടല്ല, അത് പിന്നെയും 100 പദവികളാണ്. സ്വർഗം മുകളിലോട്ടാണ്, പദവികൾ ഇങ്ങനെ ഉയരത്തിലോട്ടാണ്. നരകമോ താഴോട്ടാണ്. സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്, നരകത്തിന് 7 വാതിലുകൾ എന്ന് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ സ്വർഗത്തെ കുറിച്ച് പറയാണ്, ഇന്ന ഫിൽ ജന്നതി മിഅതു ദറജ, തീർച്ചയായും സ്വർഗത്തിന് 100 പദവികളുണ്ട്. ആർക്കാണ്? അഅദ്ദഹ അല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനമായി പരിശ്രമിക്കുന്നവർക്കാണത്. ഈ പദവികളൊക്കെ അള്ളാഹു ഏർപ്പെടുത്തി വച്ചിരിക്കുന്ന ആർക്കാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനമായ പരിശ്രമം നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പദവികളൊക്കെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, കുല്ലു ദറജതൈനി മാ ബൈനഹുമാ കമാ ബൈനസ് സമാഇ വൽ അർദ്, ഓരോ 2 പദവികൾക്കിടയിൽ ആകാശഭൂമികളോളം വ്യത്യാസമുണ്ട്. ആകാശവും ഭൂമിയും തമ്മിലുള്ള അകലമുണ്ടല്ലോ, ആ ഒരു അകലമുണ്ട് എന്ന്. ഓരോ പദവിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പൊ ഒരുപോലെയല്ല, ഒരു ബിൽഡിംഗ് അല്ല, ഒറ്റ ബിൽഡിംഗ് അല്ല സ്വർഗം എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പറഞ്ഞു, ഫൈദാ സഅൽതുമുല്ലാഹ്, നീ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസലൂഹുൽ ഫിർദൗസ്, നീ അല്ലാഹുവിനോട് ഫിർദൗസ് ചോദിച്ചു കൊള്ളുക. നമ്മൾ ഫിർദൗസ് ചോദിക്കണം. റബ്ബിനോട് സ്വർഗം ചോദിക്കുമ്പോൾ, പടച്ചവനെ
റബ്ബേ ഞങ്ങൾക്ക് നീ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ എന്ന് നമ്മളുടെ ദുആകളിൽ ഈ ഫിർദൗസാണ് നമ്മൾ ചോദിക്കേണ്ടത്. എന്താണ് ആ ഫിർദൗസിന്റെ പ്രത്യേകത? ഫഇന്നഹു ഔസത്തുൽ ജന്ന, അത് സ്വർഗത്തിന്റെ മധ്യത്തിലാണ്. സ്വർഗത്തിന്റെ മധ്യത്തിലാണ്. തീർന്നില്ല, വഅലൽ ജന്ന, ഏറ്റവും ഉന്നതമായ സ്ഥാനമാണത്. സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനവുമാണത്. വഫൗഖഹു അർശുർ റഹ്മാൻ, അതിന്റെ മീതെയാണ് അർശ്, അള്ളാഹിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. അള്ളാഹുവിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എവിടം വരെയായി? അപ്പം തൊട്ടടുത്ത് റബ്ബിന്റെ ആ അടുത്ത് നമ്മൾ എത്തുകയാണ്. അതാണ് ഏറ്റവും സ്വർഗത്തിലെ ഏറ്റവും സുഖകരമായ കാര്യമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിൽ നിന്നാണ്, അവിടെ നിന്നാണ് വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള നദികൾ പൊട്ടി ഒഴുകുന്നത്. അവിടെ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള വിവിധ നദികൾ ഇവിടെ നിന്നാണ് ഒഴുകിപ്പോകുന്നത് എന്ന്. അപ്പൊ സ്വർഗത്തിലെ പദവികൾ എന്ന് പറഞ്ഞതുപോലെ ഈ നരകത്തിന്റെ കാര്യവും ഇതേപോലെ തന്നെ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ, ഈ തീർച്ചയായും നരകം അവർക്കെല്ലാം നിശ്ചയിക്കപ്പെട്ട സ്ഥാനം തന്നെയാകുന്നു. ഓരോരുത്തർക്കും ഓരോ സ്ഥാനം, നിശ്ചയിക്കപ്പെട്ട സ്ഥാനമാണ് നരകവും. എന്നിട്ട് ലഹാ സബ്അതു അബ്വാബിൻ, അതിന് 7 വാതിലുകളുണ്ട്. നരകത്തിന് 7 വാതിലുകളുണ്ട്. ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം, ഓരോ വാതിലിലൂടെയും കടക്കുവാനായി വീതിക്കപ്പെട്ട ഓരോ വിഭാഗവും അവരുടെ കൂട്ടത്തിലുണ്ട്. പ്രത്യേകം ആൾക്കാർ ഈ ഓരോ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ആളുകളുമുണ്ട് എന്നാണ്. അപ്പൊ ഒറ്റ ഗേറ്റ് അല്ല നരകത്തിൽ, ഒറ്റ ഗേറ്റ് അല്ല, ഒരു വാതിലല്ല, മറിച്ച് അതിന് ഖുർആനാ പറഞ്ഞ ലഹാ സബ്അതു അബ്വാബിൻ, അതിന് 7 വാതിലുകൾ ഉണ്ട് എന്നാണ്. നരകത്തിന് 7 വാതിലുകളുണ്ട്. ഓരോ വാതിലിലൂടെയും പ്രവേശിക്കുവാൻ പ്രത്യേകം ആളുകൾ. അപ്പോൾ ആ കുറ്റകൃത്യത്തിന്റെ തോതനുസരിച്ച്, അതിന്റെ വലിപ്പമനുസരിച്ച്, കൊടും കുറ്റവാളിയാണെങ്കിൽ ആ കൊടും കുറ്റവാളിക്കുള്ള ശിക്ഷ അവൻ അനുഭവിക്കാൻ പ്രത്യേകമായ സംവിധാനം അള്ളാഹു നരകത്തിൽ അവൻ ചെറിയ ശിക്ഷയും വലിയ ശിക്ഷയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നരകം എന്ന് പറയുന്നത്. ചെറിയ ശിക്ഷകളുണ്ട്, പക്ഷെ മൊത്തത്തിലോ ആ നരകത്തീയിന്റെ ഒരു അംശം നമുക്ക് അനുഭവിക്കാൻ, ദുനിയാവിലെ തീ നമുക്ക് ഒന്ന് നമ്മളെ ദേഹത്ത് സ്പർശിച്ചാൽ സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ കഴിയുമോ? ദുനിയാവിലെ തീ, ഒരു മെഴുകുതിരിയുടെ ഒരു പൊരി നമ്മളുടെ ദേഹത്ത് വീണാൽ എന്താണ് നമ്മുടെ അവസ്ഥ? എത്ര നീറ്റലാണ്! എങ്കിൽ അതിനേക്കാൾ 69 മടങ്ങ് ശക്തിയാണ് നരകത്തീ എന്നാണ് പറഞ്ഞത്. ദുനിയാവിലെ തീയേക്കാളും 69 മടങ്ങ് ശക്തിയാണ് നരകത്തിലെ തീക്ക് എന്നാണ്. അപ്പോ ആ നരകത്തിന് 7 വാതിലുകൾ ഉണ്ട് എന്നാണ്. 7 വാതിലുകൾ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ സ്വഹാബി ഇക്രിമ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു അബിദ്ദുനിയ റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട് പല മുഫസ്സിറുകളും അവരുടെ തഫ്സീറുകളിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താണ്? 7 വാതിലുകളിൽ ഓരോന്നും വ്യത്യസ്ത തട്ടുകളിലേക്ക് തുറക്കുന്നവയാണ്. ഈ വ്യത്യസ്ത വാതിലുകൾ ഓരോ തട്ടിലേക്കുമുള്ള പ്രവേശന കവാടങ്ങളാണ് എന്നാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഓരോ കവാടങ്ങളും അതുപോലെ തന്നെയാണ്. ഈ 7 നരകം, 7 വാതിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 7 നരകത്തെ സംബന്ധിച്ച് പ്രത്യേകമായ നരകം, ഒരു നരകമല്ല, 7 നരകം പറയുകയാണ്. 1 ജഹന്നം, 2 ലളാ, ജഹീം, ഹാവിയ, അതേപോലെ തന്നെ സഖർ, സഈർ, ഹുതമ, ഇങ്ങനെയൊക്കെ ഉള്ള പേരുകളുണ്ട്. ഓരോന്നിനും ഓരോ സ്വഭാവമാണുള്ളത്, ഓരോ തരത്തിലുള്ള സ്വഭാവമാണ്. നമ്മൾ ലളാടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. തലയോട്ടി പോലും ഉരിച്ചു കളയുന്ന തീയാണ് അത് എന്ന്, നക്കി തുടച്ചു കളയും.
ആ തീ നമ്മളെ ആകമാനം നക്കിത്തുടച്ചു കളയും. ഹുത്തമയെ സംബന്ധിച്ച് വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മുഖദ അല്ലതീ തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുസദ ഫീ അമദിൻ മുമദ്ദദ. എന്താണ്? ഹൃദയത്തിലേക്ക് തുളച്ചു കയറി ചെല്ലുന്ന തീ എന്നാണ് അവിടെ പറഞ്ഞത്. നാറുല്ലാഹിൽ മുഖദ അല്ലതി തത്വലിഉ അലൽ അഫ്ഇദ, അവന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറി ചെല്ലുന്ന തീയാണ് ഈ ഹുതമ എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ഗൗരവമുണ്ട് എന്നാണ്. ഓരോ ശിക്ഷകളും പ്രത്യേകമാണ് എന്നാണ്. നരകത്തിലെ ശിക്ഷകൾ അത് അവസാനിക്കുന്നില്ല, അത് ഇത് കൊണ്ട് തീരുന്നില്ല, അവസാനിക്കുന്നില്ല, അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഒരു തൊലി കരിഞ്ഞു തീരുമ്പോൾ അടുത്ത തൊലി വന്ന് വരികയാണ്, കൂടിച്ചേരുകയാണ്. 42 മുഴം ശക്തിയുള്ള കട്ടിയുള്ള തൊലിയാണ് മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കൊടുക്കുന്നത്. 42 മുഴം കട്ടിയുള്ള തൊലിയാണ് നരകവാസിക്ക് അള്ളാഹു നൽകുക. ആ തൊലി കത്തി തീരുമ്പോഴത്തേക്കും അടുത്ത തൊലി അള്ളാഹു നൽകുകയാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദാ. അത്ര ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഹും മിൻ ഫൗഖിഹിം ളുലലുൻ മിനൻ നാരി വമിൻ തഹ്തിഹിം ളുലലുൻ ذلك يخوف الله به عباده يا عبادي فاتقون. ലഹും മിൻ ഫൗഖിഹിം ളുലൽ, അവർക്ക് അവരുടെ മുകൾ ഭാഗത്ത് തീയിന്റെ തട്ടുകളുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് അടുത്ത തട്ടിൽ നോക്കുമ്പോൾ അത് ആ തട്ടിലും തീയാണ്. വമിൻ തഹ്തിഹിം ളുലലുൻ, താഴെ തട്ടിലും അതുപോലെ തന്നെയാണ്. ذلك يخوف الله ബിഹി ഇബാദുഹു, അതിനെ പറ്റിയാകുന്നു അള്ളാഹു തന്റെ ദാസന്മാരെ ഭയപ്പെടുത്തുന്നത്. യാ ഇബാദി, എന്റെ ദാസന്മാരെ ഫത്തഖൂൻ, സൂക്ഷിച്ചുകൊള്ളണേ. നരക അവിടെ ചെന്നിട്ട് നന്നാവാം, അവിടെ ചെന്നിട്ട് പിന്നെ നോക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അവിടെ ചെന്ന് നോക്കാൻ പറ്റുകയില്ല. അവിടെ വിചാരണയാണ്. ഒരു ഇതും അള്ളാഹു സ്വീകരിക്കുകയില്ല, ഒരു ഒഴിവ് കഴിവും അള്ളാഹു സ്വീകരിക്കുകയില്ല. അതാണ് നരകം എന്ന് പറയുന്നത്. നരകത്തിലെ ഏറ്റവും അടിത്തട്ട് ആർക്കുള്ളതാണ്? സൂറത്ത് നിസായിൽ കാണാം, ഇന്നൽ മുനാഫിഖീന, മുനാഫിഖീകൾ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖീങ്ങളായ ആളുകൾ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ്. അവർക്കുള്ള ശിക്ഷയാണത്. മുനാഫിക്കീങ്ങൾ, വിശ്വാസം നടിച്ച ആളുകൾ. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതുള്ള കാര്യമാണത്. നമ്മളൊരു ആദർശം സ്വീകരിച്ചിട്ട് ആ ആദർശം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിക്കുകയും ഒഴിവാക്കുകയും ചെയ്യുന്ന അവസ്ഥ. ചിലവരുടെ കൂട്ടത്തിൽ ചെല്ലുമ്പോൾ അവിടെ ആ കൂട്ടത്തിൽ കൂടുക, വിശ്വാസികളുടെ കൂട്ടത്തിൽ വരുമ്പോൾ ഈ കൂട്ടത്തിൽ കൂടുക. അങ്ങനെ ഒരു ആദർശമില്ലാത്ത ഒരു ജീവിതം നയിച്ച ആളുകൾ, അവർക്കുള്ളതാണ് ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അവർക്കുള്ളതാണ് നരകത്തിലെ ഏറ്റവും അടിത്തട്ടിലെ ശിക്ഷ എന്ന് പറയും. നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയും കൊടിയ ശിക്ഷയും അവിടെയാണ്. അതാണ്. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ശിക്ഷയുടെ കാഠിന്യം കുറഞ്ഞു വരും. നരകത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്, തീർച്ചയായും നരകവാസികളിൽ ഏറ്റവും നിസാരമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ, അയാൾക്ക് ചെരുപ്പിന്റെ വാറുകളും ചെരുപ്പും ചെരുപ്പിന്റെ വാറും കൊണ്ടുള്ള ഒരു തീയായിരിക്കും. തീ കൊണ്ടുള്ള ചെരുപ്പ്, അഗ്നി കൊണ്ടുള്ള ചെരുപ്പാണ് അയാളെ ധരിപ്പിക്കുക. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ അനുഭവിക്കുന്ന ആള്. അത് രണ്ടും കാരണമായിട്ട് അയാളുടെ തലച്ചോറ് തിളച്ചുമറിയുമെന്ന്. ഈ ചെറിയ ശിക്ഷയുടെ ഫലമായിട്ടാണ് ഈ പറഞ്ഞത്. അയാളുടെ തലച്ചോർ അത് കാരണത്താൽ തിളച്ചുമറിയും. ഏതുപോലെ? ചീനച്ചട്ടി തിളയ്ക്കുന്നത് പോലെ. ഹദീസിൽ അങ്ങനെയാണ്.
ചീനച്ചട്ടി തിളയ്ക്കുന്നത് പോലെ അയാളുടെ തലച്ചോർ തിളച്ചു മറിയുമെന്നാണ്. അപ്പോൾ ആ മനുഷ്യൻ വിചാരിക്കുകയാണ് തന്നേക്കാൾ കഠിന ശിക്ഷ ഉള്ളവൻ ആരുമില്ലെന്ന് അയാൾ വിചാരിക്കും. തന്നേക്കാൾ വലിയ ഈ തൻ്റെ ശിക്ഷയേക്കാൾ വലിയ ശിക്ഷ അനുഭവിക്കുന്ന ആൾ വേറെ ഇല്ല എന്ന് അയാൾ ധരിക്കും. എന്നാൽ അയാളുടേത് ഏറ്റവും നിസ്സാരമായ ശിക്ഷയാണ് എന്ന്. നോക്കുക സഹോദരങ്ങൾ, അപ്പൊ എത്ര മാത്രം നമ്മൾ ശ്രദ്ധിക്കണം, എത്രമാത്രം നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം, എത്രമാത്രം നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നു പോകുന്നുണ്ടോ? റബ്ബിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നുണ്ടോ? കാണുന്നുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? റബ്ബിന്റെ കൽപ്പനകൾക്ക് എതിരിൽ താൻ പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണ്ടേ, സൂക്ഷിക്കണ്ടേ. നമ്മൾ എപ്പോഴാണ് മരണപ്പെടുക എന്ന് പറയാൻ സാധിക്കുകയില്ല. ഈ നിമിഷം തന്നെ നമ്മൾ തീരുമാനമെടുത്തോളണം. എൻ്റെ തടി ഞാൻ, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തടി ഞാൻ നരകശിക്ഷയിൽ നിന്നും കാത്തുകൊള്ളും. അതിന് ഞാൻ റബ്ബിന്റെ ഏതേത് കൽപ്പനകളും അനുസരിച്ച് എൻ്റെ ജീവിതം വഴിതെറ്റിപ്പോകാതെ സൂക്ഷ്മതയോടുകൂടി ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കും എന്ന് തീരുമാനമെടുക്കണം. സഹോദരങ്ങളെ, നമ്മുടെ ഒരു സഹോദരൻ ഇന്ന് ആദ്യത്തെ സഫിലില്ല. അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു സഹോദരൻ നമ്മുടെ എല്ലാ ജുമായിലും വന്ന് ഈ മുൻസഫിലിരിക്കുന്ന അബ്ദുറഹീം സാഹിബ് കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയി. അത്രമാണ് നമ്മളുടെയൊക്കെ സമയമെന്ന് പറയുന്നത്. ഇന്ന് ഈ സഫിൽ ഇരിക്കേണ്ടയാളാണ്, ഇന്ന് സഫ് ഒഴിവാണ്. ഒരാളുടെ സഫ് ഒഴിഞ്ഞുപോയി, അത്രമാത്രമേ ഉള്ളൂ. ഏറ്റവും നല്ല ഇഷ്ടത്തോടു കൂടി അങ്ങ് ഇടപ്പള്ളി കോട്ടയിൽ നിന്ന് സഞ്ചരിച്ചിട്ടാണ്, കാറിൽ സഞ്ചരിച്ചിട്ടാണ്, എത്ര ദീർഘനേരം സഞ്ചരിച്ചിട്ടാണ് ഈ പള്ളിയിൽ വന്ന് പങ്കെടുക്കുന്നത്, ഈ പള്ളിയിൽ വന്ന് ജുമാ കൂടുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ആ ബക്കറ്റിൽ പൈസ ഇട്ടിട്ടാണ് വന്ന് സുന്നത്ത് കൈകെട്ടി നിസ്കരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഹിതം അദ്ദേഹം ഇട്ടിട്ടാണ് വരുന്നത്. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ പരലോകം എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ഏറ്റവും ഉന്നതമായ ഫിർദൗസ് നൽകി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആദരിക്കുമാറാവട്ടെ. ആ ഒഴിവ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റാരെ കൊണ്ടെങ്കിലും നികത്തിത്തരുമാറാവട്ടെ. ആ കുടുംബത്തിന്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും സഹനതയും നൽകുമാറാവട്ടെ. അവർക്ക് അതിൽ നിന്ന് പ്രതിഫലം നേടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മരണത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്. എപ്പോഴാണ് ഈ മരണമെന്ന് നിശ്ചയമില്ല. അതുകൊണ്ട് ഒന്നെങ്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം, ഇതാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിശ്രമങ്ങൾ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നുണ്ടോ, തെറ്റുകൾ തിന്മകൾ വന്നു പോകുന്നുണ്ടോ, നമ്മൾ ഉടനെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ച് മടങ്ങുക. ഈ നരകത്തെ ഓർത്തുകൊണ്ട് താങ്ങാൻ കഴിയില്ല, ഒരാൾക്കും സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും തൻ്റെ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകും. ഫഅൻദർതുക്കും നാറ, നിങ്ങളോട് ഞാൻ നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു, നരകത്തെ സൂക്ഷിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും തൻ്റെ സഹാബത്തിനെ ഉണർത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ ആ നരകാഗ്നിയിൽ നിന്നും കാത്ത് സൂക്ഷിക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ആ നരകം അനശ്വരമാണ്, അഥവാ ശാശ്വതമാണ് എന്നുള്ളതാണ്. അവിടെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് മോചനമില്ല. നരകം ശാശ്വതമായിരിക്കും, രക്ഷപ്പെടാൻ സാധിക്കുകയില്ല.
ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയുകയില്ല. നരകവാസികളൊക്കെ ആഗ്രഹിക്കും. അവർ പിന്നെ എന്താണ് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുമ്പോഴൊക്കെ അപ്പോഴും രണ്ടിനടിച്ച് അങ്ങ് പറഞ്ഞ് തള്ളിവിടുകയാണ്, അങ്ങോട്ട് നരകത്തിലേക്ക് തന്നെ തള്ളിവിടുകയാണ്. അതേപോലെ മൂടി വെക്കുമെന്നാണ്. അലൈഹിം നാറും മുഅ്സദ, മൂടി വെച്ച് അടപ്പിട്ട് കളയുമെന്ന് നരകം എന്ന് പറഞ്ഞു. അത്ര ഭീകരമാണ് നരകം എന്ന് പറഞ്ഞു. ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ആർക്കാണ്? വല്ലദീന കഫറു വകദ്ദബു ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ. അല്ലാഹ് പറയുകയാണ് സൂറത്തുൽ ബഖറയിലെ 39-ാമത്തെ ആയത്ത്, വല്ലദീന കഫറു വകദ്ദബു, അവിശ്വസിച്ച ആളുകൾ, വകദ്ദബു, കളവാക്കിയ ആളുകൾ, ബിആയാതിനാ, നമ്മുടെ ആയത്തുകളെ, ഉലൈക അസ്ഹാബുൻ നാർ, അവരാകുന്നു നരകത്തിന്റെ ആളുകൾ, നരകവാസികൾ, നരകത്തിന്റെ ആൾക്കാരാകുന്നു അവർ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ സ്ഥിരവാസികളായിരിക്കും, ഖാലിദീങ്ങളായിരിക്കും. എപ്പോഴാന്ന് പറയാൻ പറ്റുകയില്ല, എത്രയാന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ അള്ളാഹു പറയുകയാണ്, ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമൻ ഫഇന്ന ലഹു ജഹന്നം. ആർ തന്റെ റബ്ബിന്റെ അടുക്കൽ കുറ്റവാളി ആയിക്കൊണ്ട് വരുന്നുവോ, ഫഇന്ന ലഹു ജഹന്നം, അവനുള്ളതാകുന്നു ജഹന്നം. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ ജീവിതവുമില്ല മരണവുമില്ല. ആ നരകത്തിൽ ജീവിതവുമില്ല മരണവുമില്ല. സ്വർഗത്തിൽ നമുക്ക് ജീവിക്കാം, കാലാകാലത്തോളം ജീവിക്കാം, ഇഷ്ടാനുസരണം ജീവിക്കാം, യഥേഷ്ടം ജീവിക്കാം. ഇവിടെ അനുഭവിച്ചതിനെല്ലാം പകരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ അനുഭവിക്കണം. ഇവിടുത്തെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും റബ്ബിന്റെ മാർഗത്തിൽ സഹിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗത്തിൽ അല്ലാഹു പകരം നൽകുന്നത്. എന്നാൽ ഇതൊന്നും സഹിക്കാതെ അങ്ങനെ ജോളിയായി ജീവിക്കുന്ന ആളുകൾ, അടിച്ചുപൊളി ജീവൻ നയിക്കുന്ന ആളുകൾ, എന്ത് അല്ലാഹ്, എന്ത് നരകം, എന്ത് റബ്ബ്, എനിക്ക് കിട്ടിയ ഈ ചാൻസ് ഞാൻ അടിച്ചുപൊളിച്ച് ജീവിക്കും എന്ന് തീരുമാനിച്ച് ഇറങ്ങിയ ആളുകൾ, അവരെ കുറിച്ചായി പറയുന്നത്, ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമൻ, കുറ്റവാളിയായിക്കൊണ്ട് തന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആളുകൾ, ഫഇന്ന ലഹു ജഹന്നം ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അവിടെ നരകമില്ല, അവിടെ മരണമില്ല, ജീവിതവുമില്ല. വല്ലദീന കഫറു, അവിശ്വസിച്ച ആളുകൾ, ലഹും നാറു ജഹന്നം, അവർക്കുള്ളതാകുന്നു നാറു ജഹന്നം. ലാ യുഖ്ളാ അലൈഹിം, അവരിൽ മരണം വിധിക്കപ്പെടുകയില്ല. ഫയമൂതു, അങ്ങനെ മരണം വിധിക്കപ്പെടുമായിരുന്നെങ്കിൽ ഫയമൂതു, അവർക്ക് മരിക്കാമായിരുന്നു. മരണം വിധിക്കപ്പെടുമായിരുന്നെങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു, പക്ഷേ കഴിയുകയില്ല. വലാ യുഖഫഫു അൻഹും മിൻ അദാബിഹാ, അതിന്റെ ശിക്ഷയിൽ നിന്ന് ഒരു ഇളവും നൽകുകയില്ല. നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്, വിശ്വാസത്തിന്റെ ഒരു കണികയെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നാളെ നരകത്തിൽ നിന്ന് അവന് ഇളവ് ലഭിച്ചേക്കാം. ഒരു ചാൻസ് വെച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെ ഒരു കണിക ഹൃദയത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, വിശ്വാസികളാണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ തൗഹീദ് ഉണ്ടല്ലോ, അത് വിശ്വസിച്ചുകൊണ്ട് കുറെ തെറ്റുകളൊക്കെ സംഭവിച്ചു പോയി. പക്ഷേ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ, ശിർക്ക് ഗുരുതരമാണ്, തെറ്റാണ് എന്ന് മനസ്സിലാക്കി ജീവിച്ച ഒരു പാപിയായ മനുഷ്യൻ, തെറ്റ് വന്നു, ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിച്ചു പോയി, അവന് പ്രതീക്ഷയുണ്ട്. അവൻ്റെ കുറ്റങ്ങൾ കഴിഞ്ഞ് അവനെ എന്തു ചെയ്യും? നരകത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു നദിയിൽ മുക്കും. ഹയാത്തുൻ നഹാർ, ഒരു നദിയിൽ കൊണ്ടുവന്ന് മുക്കിയെടുക്കുമെന്നാണ്. അത് കരിക്കട്ട പോലെയാണ് അവൻ വരുന്നത്. ആ രംഗമൊക്കെ ഹദീസുകളിൽ കാണാം. കരിഞ്ഞ കരിക്കട്ട പോലെയാണ് അവനെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ജീവജലത്തിൽ അവനെ കൊണ്ടുവന്ന് മുക്കുമെന്നാണ്. ആ ജീവജലത്തിൽ മുക്കി അവനെ പിന്നെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഒരു ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ഒരു കണിക ഉണ്ട് എങ്കിൽ അവന് രക്ഷയുണ്ട്. അതല്ലാത്തവർക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് കർശനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നരകം ഭയാനകമാണ്. അതിൻ്റെ പിന്നെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ഇനിയും ധാരാളം പറഞ്ഞാൽ തീരുകയില്ല. അത്രത്തോളം ബൃഹത്തായ വിഷയമാണത്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്നാ
അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ എന്നുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നരകശിക്ഷ ഒഴിവാക്കി തരണമേ. അല്ലാഹുമ്മ റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ, തീർച്ചയായും അത് ഭയങ്കരമാണ്, തീരാ നഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരണം. അങ്ങനെയുള്ള തീരാ നഷ്ടത്തിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മൾ ജീവിക്കുമ്പോൾ മുസ്ലിമായി ജീവിക്കുവാനും അതേപോലെ ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ അബ്ദുറഹീം സാഹിബിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും നമ്മെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പള്ളിക്ക് വേണ്ടി സ്വതക്ക ചെയ്യുന്ന ആളുകൾ, ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ധാരാളം സംഭാവനകൾ ചെയ്യുന്ന ആളുകൾ, സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും ചൊരിയുമാറാവട്ടെ. നമ്മിൽ നിന്നും എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين.